പ്രസംഗവേദി തകരുന്നതും പൊളിയുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാഴ്ച കോമഡി ആണെങ്കിലും സ്റ്റേജിന്റെ തകർച്ച വലിയ വാർത്തയാവുകയാണ്. അങ്ങ് ബീഹാറിലാണ്. നേതാവ് ആവേശത്തോടെ പ്രസംഗിച്ചതായിരുന്നു. പ്രാണപ്രതിഷ്ഠാ വിഷയത്തിലെത്തിയതും സ്റ്റേജ് പൊളിഞ്ഞു. പിന്നെ പറയണ്ടല്ലോ കാര്യം. हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? गलाव में पानी आ गया। രാജേഷ് കോയിക്കൽ ചേരുന്നു തത്സമയം. രാജേഷ് കോയിക്കൽ കൂടുതലൊന്നും ചോദിക്കാനല്ല, ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറയുന്നു. പിന്നെ ഒരൊറ്റ കാര്യം ചോദിച്ചട്ടെ, ക്യാ ഹുവാ? മോദി അത് തന്നെയാണ് ഈ എന്താ പറയുക, സോഷ്യൽ മീഡിയ ലോകം ഈ ഒരു വീഡിയോ കണ്ടിട്ടും ചോദിക്കുന്നത്, ഹേ പ്രഭു ക്യാ ഹുവാ. ഈ സംഭവം ഉണ്ടായത് ബീഹാറിലെ ഗയയിലാണ്. വെള്ളിയാഴ്ചയാണ് സംഭവം. എന്നാൽ സംഭവത്തിൻ്റെ ആ ഒരു പരിപാടിയുടെ ഒരു പ്രാധാന്യം കുറച്ച് കണ്ടുകൊണ്ടല്ല പറയുന്നത്. കാരണം മുൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ അബ്ദുൾ കുവാം അൻസാരിയുടെ 51ാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. മുൻ MP ആയ അലി അൻവർ അടക്കമുള്ളവർ ആ വേദിയിലുണ്ടായിരുന്നു. ആ വേദിയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് സംസാരിക്കുന്നു. അദ്ദേഹം പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട BJPയുടെ ആ നിലപാടിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. ആ സമയത്താണ് ആ സ്റ്റേജ് ഇടിഞ്ഞു വീണത്. നമ്മൾ കാണുമ്പോൾ, ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചിരിക്കുന്നുണ്ടെങ്കിലും അത്ര ചിരിക്കാനുള്ള വക നൽകുന്നതല്ല സംഭവം എന്ന് പറയേണ്ടി വരും. കാരണം ആ വേദിയിലുണ്ടായ പലർക്കും നിസ്സാരമായെങ്കിലും പരിക്കേറ്റിരുന്നു. ഇതിന് പിന്നാലെ ഉണ്ടായ ചില പ്രചാരണമാണ് ഏറ്റവും രസകരം. അതായത് രാമൻ്റെ ശാപമാണത്രേ ഇങ്ങനെ ആ ഒരു വേദി തകരാൻ കാരണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന മറ്റൊരു കാര്യം. BJP നേതാക്കളും ഇത് തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ഒന്നടക്കം ചോദിക്കുന്നതും ഒരേ കാര്യം തന്നെയാണ്, ഹേ പ്രഭു ക്യാ ഹുവാ.